നമസ്കാരം. കേരളത്തിലെ ഉദ്യോഗാർത്ഥികളാകെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് ദൃശ്യമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെൻഷൻ പ്രായം കൂട്ടുമോ എന്ന വാർത്തയാണ് നമ്മളെ എല്ലാ ഉദ്യോഗാർത്ഥികളെയും ആശങ്കപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം നിരവധി ഉദ്യോഗാർത്ഥികൾ ഈ വാർത്ത സംബന്ധിച്ച് എന്താണതിൻ്റെ നിജസ്ഥിതി എന്നറിയാനായിട്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് ഉള്ളവരുണ്ട്. അതുപോലെ നമ്മുടെ തന്നെ കസ്റ്റമർ കെയറിൽ വിളിച്ച് സംസാരിച്ചിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഈ വാർത്തയുടെ നിജസ്ഥിതി എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അതിന് മുന്നേ ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എന്ത് പറയുന്നുവോ അതൊരു ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നുള്ള ഇൻഫർമേഷനൊന്നും അല്ല. കാരണം പെൻഷൻ പ്രായം കൂട്ടുക, സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെൻഷൻ പ്രായം കൂട്ടുക എന്നൊക്കെ പറയുന്നത് ഒരു സർക്കാരിൻ്റെ വലിയ ഒരു പോളിസി ഡിസിഷനാണ്, ഒരു നയമാണ് സർക്കാരിൻ്റെ. അത്തരത്തിലുള്ള സുപ്രധാനപ്പെട്ട നയങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് അത്രയും ഉന്നത തലങ്ങളിലാണ് തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഔദ്യോഗികമായി നമുക്ക് അത് സംബന്ധിച്ച വാർത്തകൾ അറിയുന്നതിൽ പരിമിതികളുണ്ട്. പക്ഷേ ഞാനിവിടെ പറയാൻ പോകുന്നത് ഇത്തരത്തിലുള്ളൊരു വാർത്ത വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെൻഷൻ പ്രായം കൂട്ടുക എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് സർക്കാർ സർവീസിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആവശ്യമാണ്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു വാർത്ത സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് ഒരു ബഡ്ജറ്റ്, എല്ലാ വർഷത്തെയും ബഡ്ജറ്റിന് മുന്നോടിയായിട്ട് ഒരു ആചാരം പോലെ നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ പലയിടങ്ങളിലും, യൂട്യൂബുകളിലും, ഓൺലൈൻ ചാനലുകളിൽ, അതുപോലെ പത്രങ്ങളിൽ, TV, എല്ലാ മാധ്യമങ്ങളിലും നമ്മൾ ഇത്തരത്തിലുള്ള വാർത്ത കാണാറുണ്ട്. പിന്നെ നമുക്ക് ഈ വാർത്ത കാണാൻ കഴിയുന്നത് ഒരു സർക്കാർ മാറാറാകുമ്പോൾ, അതായത് 5 വർഷം പൂർത്തീകരിച്ച് നിയമസഭാ ഇലക്ഷനെ നേരിടുന്ന സമയത്തും ഇത്തരത്തിലുള്ള വാർത്തകൾ വർഷങ്ങളായിട്ട്, ഇപ്പോൾ ഞാനൊക്കെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുത്ത് തുടങ്ങുന്ന ആ കാലഘട്ടം മുതൽ ഇത്തരത്തിലുള്ള വാർത്തകൾ ഈ 2 സന്ദർഭങ്ങളിലും, ഒന്നെന്ന് പറയുന്നത് ഈ ബജറ്റ് സമയത്തും, രണ്ടെന്ന് പറയുന്നത് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ വെളിയിലേക്ക് വരാറുണ്ട്. അപ്പോൾ ഈ വാർത്തകളുടെ പിന്നാമ്പുറം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കുറേയൊക്കെ പെയ്ഡ് ന്യൂസുകളാണ്. മനസ്സിലായല്ലോ? അതായത് നമുക്കിതിൽ ഈ പെൻഷൻ പ്രായം കൂട്ടണം എന്ന് ആഗ്രഹമുള്ള ഒരു കൂട്ടം ആൾക്കാർ പുഷ് ചെയ്ത് കൊണ്ടുവരുന്ന വാർത്തകളാണ് കുറേയൊക്കെ പത്രങ്ങൾ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളുടെ ഊഹാപോഹമാണ്. അവർ തന്നെ മെനഞ്ഞെടുക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക, നമ്മൾ പറയുന്നില്ലേ, വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടി ഉള്ള തത്രപ്പാടിൽ ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് കുറേയൊക്കെ. പക്ഷെ നമ്മൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നമുക്കറിയില്ല ഈ വാർത്ത എങ്ങനെ പുറത്തേക്ക് വന്നു എന്നുള്ളത് നമുക്കറിയില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ളൊരു വാർത്ത പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെ ആശയക്കുഴപ്പത്തിലാവും, ധർമ്മസങ്കടത്തിലാവും. പിന്നെ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പഠിക്കാനുള്ള ആർജവമോ മുന്നോട്ട് പഠിക്കാനുള്ള ഊർജമോ എല്ലാം നഷ്ടപ്പെട്ട് ഒരു നഷ്ടബോധം ഉണ്ടായി വലിയ മാനസികമായ ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങുന്നൊരു അവസ്ഥ ഉദ്യോഗാർത്ഥികൾക്കുണ്ടാവും, സ്വാഭാവികം. അപ്പോൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്ന വാർത്ത സംബന്ധിച്ച് നമ്മൾ പരിശോധിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 4 വർഷം, ഇപ്പോൾ വാർത്തകളെല്ലാം പറയുന്നത് 56 വയസ്സിൽ നിന്ന് 60 ഉയർത്തുമെന്നാണ്. അതായത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലുള്ള 56 വയസ്സ് പെൻഷനാകുന്നവരെ കോൺട്രിബ്യൂട്ടറി, അതായത് NPS-ലുള്ള 60 എന്ന ഏജിലേക്ക് ഏകീകരിക്കുമെന്നാണ് പറയുന്നത്, ഈ വാർത്തകളിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ 4 വർഷമാണ് ഇത് ഉയർത്തുന്നത്, ഏത് പെൻഷൻ പ്രായം ഉയർത്തുന്നു എന്ന് പറയപ്പെടുന്നത് വാർത്തകളിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത്തരത്തിൽ 4 വർഷം പെൻഷൻ പ്രായം ഉയർത്തിക്കഴിഞ്ഞാൽ, 56 നിന്ന് 60 ആക്കി കഴിഞ്ഞാൽ 4 വർഷത്തേക്ക് സർക്കാർ സർവീസിൽ നിന്ന് ഒരാളും റിട്ടയർ ചെയ്യില്ല. റിട്ടയർമെൻ്റ് ആണ് സർക്കാർ സർവീസിൽ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ സൃഷ്ടിക്കുന്ന മാർഗം. ഇപ്പോൾ മറ്റ് പോസ്റ്റ് ക്രിയേഷനോ അല്ലെങ്കിൽ ഒരു തസ്തികയിൽ നിന്ന് മറ്റു തസ്തികയിലേക്ക് റിലീവ് ചെയ്തോ റിസൈൻ ചെയ്തൊക്കെ പോകുന്ന ഒഴിവുകളെന്ന് പറയുന്നത് നാമമാത്രമാണ്. ഏറ്റവും കൂടുതൽ ഒഴിവുണ്ടാകുന്നത് ആ കേഡറിൽ വരുന്ന റിട്ടയർമെൻറ്റിന് അനുസൃതമായിട്ടാണ്. അപ്പോൾ 4 വർഷം
കൂട്ടിക്കഴിഞ്ഞാൽ നിലവിലുള്ള ലിസ്റ്റുകളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. LD ക്ലർക്ക് ഇപ്പോൾ തന്നെ അതീവ ഗുരുതരാവസ്ഥയിൽ നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു ലിസ്റ്റാണ് LD ക്ലർക്ക്, ലാസ്റ്റ് ഗ്രേഡ്, LP UP. ഇത്തരത്തിലുള്ള ലിസ്റ്റുകളൊക്കെ ഇപ്പോൾ തന്നെ ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലിസ്റ്റും ചക്രശ്വാസം വലിക്കുന്നുണ്ട്, ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ റാങ്ക് ഹോൾഡേഴ്സും ചക്രശ്വാസം വലിക്കുകയാണ്. അപ്പോൾ ഇത് 4 വർഷം ഉയർത്തിയാൽ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെ 4 വർഷം പെൻഷൻ പ്രായം ഇപ്പോൾ ഉയർത്തുകയാണെങ്കിൽ ഉറപ്പായും LD ക്ലർക്ക്, ലാസ്റ്റ് ഗ്രേഡ്, LP UP ഈ ലിസ്റ്റുകളൊക്കെ തന്നെ ICUവിലാവും, അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റാങ്ക് ലിസ്റ്റുകളെല്ലാം ശവപ്പറമ്പായി മാറും, ഒരു സംശയവും വേണ്ട. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്തരത്തിൽ ഏറ്റവും വലിയ നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുള്ള LD ക്ലർക്ക്, ലാസ്റ്റ് ഗ്രേഡ്, LP UP ഇത്തരത്തിലുള്ള തസ്തികകളൊക്കെ റാങ്ക് ലിസ്റ്റൊക്കെ നിലവിലുള്ളപ്പോൾ ആ റാങ്ക് ലിസ്റ്റുകൾ തന്നെ നിയമനത്തിനായി ഇഴയുമ്പോൾ അല്ലെങ്കിൽ ചക്രശ്വാസം വലിക്കുമ്പോൾ ഒരു സർക്കാർ ഇലക്ഷനെ നേരിടുന്ന സമയത്ത് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുമോ ഇല്ലയോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. മനസ്സിലായല്ലോ? ഇതൊരിക്കലും ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നുള്ള ഇൻഫർമേഷൻ്റെ പിൻബലത്തിൽ പറയുന്നതല്ല. ഞാൻ എൻ്റെ സർക്കാർ ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്നാണ് പറയുന്നത്. എൻ്റെ അഭിപ്രായങ്ങളാണ്, അല്ലെങ്കിൽ എൻ്റെ നിഗമനങ്ങളാണ്. മനസ്സിലായല്ലോ? അതിപ്പോൾ 100% ശരിയാവണമെന്ന് നിർബന്ധമില്ല. കാരണം സർക്കാരിൻ്റെ തീരുമാനങ്ങളാണ്, ഉന്നതമായിട്ടുള്ള പോളിസി ഡിസിഷൻ, നയപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഉന്നത വൃത്തങ്ങളിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവരുടെ ഓഫീസുകളും പാർട്ടി വേദികളിലുമൊക്കെ മുന്നണിയിലേക്ക് ചർച്ച ചെയ്യപ്പെട്ട് അത്തരത്തിൽ വളരെ രഹസ്യാത്മകമായി തീരുമാനിക്കപ്പെടുന്ന ഒരു പോളിസി ഡിസിഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ 100% നമ്മൾ പറയുന്നത് ശരിയാവണമെന്നൊരു നിർബന്ധവുമില്ല. പക്ഷേ എന്നാലും എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്, അത്തരത്തിൽ 4 വർഷം ഒരുമിച്ചൊരു സർക്കാർ ഇലക്ഷനെ നേരിടാൻ സമയത്ത് പെൻഷൻ പ്രായം കൂട്ടുകയാണെങ്കിൽ 4 വർഷം പിന്നെ നിയമന നിരോധനമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയോ സർക്കാരോ അതിന് നേതൃത്വം നൽകുന്ന മുന്നണിയോ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അവർ ചവറ്റുകുട്ടയിലേക്ക് എറിയപ്പെടും, അല്ലെങ്കിൽ കുലംകുത്തികളായി അവർ മുദ്ര ചെയ്യപ്പെടും. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്. 99.9% അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സർക്കാർ നീങ്ങില്ല എന്നാണ് നമ്മൾ കരുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്, എൻ്റെ നിഗമനം മാത്രമാണ്. മനസ്സിലായല്ലോ? നമുക്ക് ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കാമെന്നുള്ളത് മാത്രമേ അതിൽ പറയാനുള്ളൂ. പക്ഷേ ഇതിന് നമുക്കൊരു അപകടമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 4 വർഷം ആപ്ലിക്കേഷൻ നൽകാനുള്ള അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള പ്രായം കൂട്ടിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇപ്പം 36 എന്നുള്ളത് 40 വന്നിട്ടുണ്ട്. ഓപ്പൺ 39 എന്ന് പറയുന്നത് OBCക്ക് 43 വന്നിട്ടുണ്ട്. SC/ST കാറ്റഗറിയിൽപ്പെട്ടവർക്ക് 45 വന്നിട്ടുണ്ട്. അതായത് മനസ്സിലായല്ലോ? അപ്പോൾ ഈ 41 എന്ന് പറഞ്ഞാൽ 45 ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് 4 വർഷം അപേക്ഷിക്കാനുള്ള പ്രായപരിധി ഉയർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിലൂടെ യുവജനങ്ങളെ ഒരു പരിധി വരെ സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റി, തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു തീരുമാനത്തിലൂടെ തൃപ്തിപ്പെടുത്തി വെച്ചിരിക്കുന്ന യുവജനങ്ങളെ മറുവശത്ത് മറ്റൊരു തീരുമാനത്തിലൂടെ ആ ഒരു ഉണ്ടാക്കിയെടുത്ത ആ ഒരു മൈലേജ് ഒരു സർക്കാർ നഷ്ടപ്പെടുത്തുമെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് അങ്ങനെ എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അത്തരത്തിലൊരു തീരുമാനത്തിൽ പോകാൻ സാധ്യതയില്ല നിലവിൽ. പക്ഷേ ഇതിലൊരു അപകടം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഈ 4 വർഷം ആപ്ലിക്കേഷൻ അതായത് അപേക്ഷിക്കാനുള്ള പ്രായപരിധി ഉയർത്തി വെച്ചിരിക്കുന്നതിനാൽ തന്നെ ഇനി വരുന്ന സർക്കാരുകൾക്ക് അല്ലെങ്കിൽ മുന്നണികൾക്ക് ഓരോ വർഷം വീതം കൂട്ടുവാനുള്ള സാധ്യത വളരെ ഓപ്പണായി കിടക്കുകയാണ്. മനസ്സിലായല്ലോ? കാരണം ഓൾറെഡി അപ്ലൈ ചെയ്യാനുള്ള പ്രായം കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ടൊരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആദ്യ വർഷങ്ങളിൽ, ആദ്യത്തെ 1, 2, 3 വർഷത്തിൽ ഇത്തരത്തിലുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായി അവർക്കൊരു തിരിച്ചടി ഉണ്ടാകില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി വരുന്ന സർക്കാരിന് അവരുടെ ആദ്യ നാളുകളിൽ, ആദ്യ വർഷങ്ങളിൽ അവർ ഒരു വർഷമൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് മുകളിലോട്ട് ഉയർത്താനുള്ള സാധ്യത ഉണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. മനസ്സിലായല്ലോ? അവർക്ക് എല്ലാ വാതിലുകളും തുറന്നിട്ടിരിക്കുകയാണ്. മനസ്സിലായല്ലോ? അതാണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. കാരണം അപേക്ഷിക്കാനുള്ള പ്രായം 4 വർഷം ഉയർത്തി വെച്ചിരിക്കുകയല്ലേ, നിങ്ങൾക്ക് അപേക്ഷിച്ചൂടെ, പരീക്ഷ എഴുതിക്കൂടെ എന്നൊരു ചിന്താഗതി ഈ ഭരണ മുന്നണികൾക്ക് മുന്നണി അല്ലെങ്കിൽ ആ പാർട്ടിക്ക് അല്ലെങ്കിൽ സർക്കാരിന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
പിന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരിക്കും, മനസ്സിലായല്ലോ. കാരണം ഈ ഇറങ്ങാൻ പോകുന്ന സർക്കാർ എല്ലാ സാമ്പത്തിക ബാധ്യതകളും അവസാനം നിരവധി ഉത്തരവുകളിലൂടെ അടുത്ത സർക്കാർ ആരാണ് എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ പറയാൻ കഴിയുള്ളൂ. പക്ഷേ ഈ സർക്കാർ തന്നെ തുടരുകയാണെങ്കിൽ ഈ സർക്കാരിന്, അല്ലെങ്കിൽ അടുത്ത മുന്നണി നേതൃത്വം നൽകുന്ന മറ്റൊരു സർക്കാരിനെ, ഏതായാലും എ ആയാലും ബി ആയാലും അടുത്ത സർക്കാരിന് മുകളിലേക്കാണ് ഈ ബാധ്യതകളെല്ലാം നൽകിയിരിക്കുന്നത്. നിരവധി ബാധ്യതകളാണ് നൽകിയിരിക്കുന്നത്. അതായത് പേ റിവിഷൻ കമ്മീഷൻ, അതുപോലെ 8ഓളം DA ഗഡുക്കൾ, ആ 8ഓളം ഗഡുക്കളുടെ അരിയർ, അത് ഏകദേശം 286 മാസത്തെ അരിയർ, ഇനി കഴിഞ്ഞ പേ റിവിഷൻ്റെ അരിയർ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു ബാധ്യതയാണ് സർക്കാർ ജീവനക്കാരുടെ ബാധ്യത എന്ന് പറയുന്ന ബാധ്യത അടുത്ത സർക്കാരിലേക്ക് ഈ അവസാനത്തെ 2 മാസത്തെ നിരവധി ഉത്തരവുകളിലൂടെ ഈ സർക്കാർ തലയിലേക്ക് വെച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അടുത്ത വരുന്ന ഏതൊരു സർക്കാർ ആയാലും ഇത്തരത്തിൽ സാമ്പത്തിക ബാധ്യതകളിൽ പെടുമ്പോൾ, അല്ലെങ്കിൽ സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകുമ്പോൾ, ഈ വിരമിക്കുന്ന സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യം കുറച്ച് പിടിച്ചു കഴിഞ്ഞാൽ, 1 വർഷവും കൂടെ ഒന്ന് നീട്ടാൻ കഴിഞ്ഞാൽ അത് സർക്കാരുകൾക്ക് ഒരു ആശ്വാസം ലഭിക്കും. അത് ഫിനാൻസ് സംബന്ധമായിട്ടൊരു ആശ്വാസം ലഭിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഭാവിയിൽ സാധ്യത ഉണ്ടാകും, മനസ്സിലാകും. അത് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് അത് 99.9% ഇലക്ഷനെ നേരിടാൻ പോകുന്ന ഒരു സർക്കാർ 4 വർഷമൊന്നും പെൻഷൻ പ്രായം ഉയർത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ നമുക്ക് പറയാൻ കഴിയില്ല, സർക്കാരിൻ്റെ പോളിസി ഡിസിഷൻസ് ആണ്, നമ്മുടെ കയ്യിലല്ല ഇക്കാര്യങ്ങളൊന്നും തന്നെ. പക്ഷെ നമുക്കതിലൊരു ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾക്കും പഠനം തുടരാമെന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. പക്ഷേ ഇത് ഭാവിയിലൊരു അപകടമായി പരിണമിച്ചേക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ വിജിലൻ്റ് ആയിരിക്കണം ഉദ്യോഗാർത്ഥി സമൂഹം. PK ലേണിങ്സ് എന്ന് പറയുന്ന സ്ഥാപനം ഉദ്യോഗാർത്ഥികളോടുള്ള പ്രതിബദ്ധതയുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ PK ലേണിങ്സിൻ്റെ ചീഫ് അക്കാഡമിക് ഓഫീസർ എന്നുള്ള നിലയിൽ ഒരു കാരണവശാലും പെൻഷൻ പ്രായം കൂട്ടുവാനായി സർക്കാരുകൾ, ഈ സർക്കാരായാലും അടുത്ത സർക്കാരുകളായാലും അതിന് മുന്നിട്ട് വരരുത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകരുതെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ സർക്കാർ സംവിധാനത്തോടും അതോടൊപ്പം തന്നെ യുവജന സംഘടനകൾ, രാഷ്ട്രീയ നേതൃത്വം എല്ലാവരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്, PK ലേണിങ്സ് എന്ന സ്ഥാപനത്തെ പ്രതിനിധീകരിച്ച് ഞാൻ അഭ്യർത്ഥിക്കുന്നത് അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് പോകരുത്. അത് ഉദ്യോഗാർത്ഥികളോട് ചെയ്യുന്ന ഒരു വഞ്ചന മാത്രമാണ്, അല്ലെങ്കിൽ ഈ സമൂഹത്തോട് ചെയ്യുന്ന വലിയൊരു ചതിയാണ്. അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നീങ്ങില്ല എന്ന് വിശ്വസിക്കുന്നു. നന്ദി.